എന്റർടൈൻമെന്റ് ആണോ? എന്റർടൈൻമെന്റ് ഉണ്ട് കൂടുതൽ. പിന്നെ അവിടുത്തെ സ്ഥലത്തെ പറ്റി നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്ക് നമ്മൾ ചില ആൾക്കാർ ട്രിപ്പിനൊക്കെ പോകുന്ന ട്രാവൽ മോഡാണ്. അവിടെ പോയിട്ട് അവിടെ സംസാരമൊക്കെ ഫാമിലി ഓഡിയൻസിനെ പറ്റിയ ഫാമിലി കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കി അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം. പക്ഷെ അതൊന്നും അതിൻ്റെ പേരായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരു ട്രാവൽ ജേണി പോലെയാണോ സിനിമ? ഇപ്പോൾ ഓഡിയൻസിലൂടെ ഇതിന്റെ ജോണർ എങ്ങനെയാണ്? ഫസ്റ്റ് മൂവിയാണോ? എന്റർടൈനർ ആണോ? അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലേക്ക് ഒരു സ്റ്റാർട്ടിങ് ടൈമിലുള്ള ഫിലിമാണ്. ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു മധ്യപ്രദേശ് നമ്മുടെ സ്ഥലത്തൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു ട്രാവൽ മൂവിയാണ്. തീർച്ചയായിട്ടും ട്രാവൽ മൂവിയാണ്. ഒരു യാത്രയും കുറേ കുട്ടികളുടേതായ അവരുടെ കൂട്ടായ്മ, പിന്നീട് ചെന്നാപ്പം. ഇവരെ കൗണ്ടർ പരിപാടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അർജുൻ അശോകന് ഷർഫുദ്ദീൻ്റെ കൗണ്ടർ നന്നായിട്ടുണ്ട്. ഷർഫുദ്ദീനാണ് ഏറ്റവും കൂടുതൽ കൗണ്ടർ ചെയ്തേക്കുന്നത്. ഷർഫുദ്ദീൻ ആ ഒരു സ്റ്റൈലാണ്, ഭയങ്കര രസമാണ്. നന്നായിട്ടുണ്ട്, നല്ലൊരു മൂവിയാണ്. ട്രാവലിംഗ് മൂഡ് ഒക്കെ എങ്ങനെയുണ്ട്? ട്രാവലിംഗ് മൂഡ് അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ, കാരണം ഒരു ട്രാവലിംഗ് മൂവി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുതൽ പോയി വരുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, ക്യാമറയും നന്നായിട്ടുണ്ട്, ഡയറക്ഷനും എല്ലാം നന്നായിരുന്നു. പിന്നെ ഒരു കുറച്ചും കൂടെ മുന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ ഒരു ട്രെൻഡിലുള്ള സിനിമയാണ്. ഇപ്പോൾ കുറേ ഫാമിലി ഓറിയൻറ്റിലേക്ക്, നല്ല കഥകളിലേക്ക് സിനിമ മാറി. പക്ഷെ മുൻനിറങ്ങേണ്ട സിനിമയായിരുന്നു. ബാക്കി ഹ്യൂമർ ഒക്കെ അവർ കൈകാര്യം ചെയ്തു നന്നായിട്ടുണ്ട്. ഇതിനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അർജുനാണെങ്കിലും കുഴപ്പമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു മികച്ച ട്രാവൽ മൂവി എന്നൊക്കെ പറഞ്ഞ ഒരു ട്രാവൽ മൂവി ആയിട്ട് നമുക്ക് കൂട്ടാം. ആണല്ലേ? അവർ എൻ്റർടൈനറാണ്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ പോകുന്ന ഒരു യാത്രയൊക്കെ